പക്ഷേ ഇതിലിനിയിപ്പം എന്താണ്, ഏത് തരത്തിലൊരു സംരക്ഷണമാണ് കുടുംബത്തിന് പാർട്ടി കൊടുക്കാൻ? ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് സംരക്ഷണം കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ സംരക്ഷണം നൽകേണ്ടതുണ്ട് എന്ന അവസ്ഥ വന്നാൽ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ രാജിവെക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. രാജിവെക്കേണ്ടിയുണ്ട്, ജനങ്ങളോടാണ് മാപ്പ് പറയേണ്ടത്. ഇത്രയും വലിയ ഒരു ആഘാതം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അവർ പറഞ്ഞു, അവർ സാമ്പത്തികമായ പ്രയാസം തന്നെയാണ് പറഞ്ഞത്. ഇപ്പം കണക്കെല്ലാം നോക്കിയപ്പോൾ 2,10 ലക്ഷം രൂപയിലധികം ഇപ്പം കടമുണ്ട്. അതിന് പുറമെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആക്ഷേപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരുന്ന പരാതി ഉണ്ടല്ലോ, കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പരാതിയെ തുടർന്ന് വരുന്ന കാര്യത്തിൽ എത്ര ചെക്കാണ് കൊടുത്തിട്ടുള്ളത്, ഏതൊക്കെ വസ്തുവാണ് പണയപ്പെടുത്തിയിട്ടുള്ളതെന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും തിട്ടപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇതൊന്നും ആവശ്യപ്പെട്ടില്ല. പാർട്ടി അങ്ങോട്ടും പറഞ്ഞിട്ടില്ല, പാർട്ടി ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ആ കുടുംബത്തെ സംരക്ഷിക്കണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് കോൺഗ്രസ് എത്രത്തോളം സംരക്ഷിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടെ പ്രശ്നം. അല്ല, എനിക്ക് അവരുടെ പ്രതികരണത്തിൻ്റെ പ്രശ്നമല്ല. ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആ സംഭവത്തെ തുടർന്ന് ഇത്ര വലിയൊരു കടക്കണിയിൽ അവർ പെട്ടിരിക്കുകയാണ്. അവരെങ്ങനെയാണ് സംരക്ഷിക്കുക എന്നുള്ളത് ആലോചിക്കേണ്ടത് കോൺഗ്രസ് അല്ലേ. ഇനി കോൺഗ്രസ് ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. തുടക്കത്തിൽ കുടുംബത്തിലെ സംശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അത് തെറ്റിദ്ധാരണ മൂലമാണെന്നാണ് അവസാനം. ഞങ്ങളിപ്പോൾ ആ ഒരു തർക്കത്തിലേക്ക് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനാണ് അതിൻ്റെ കാര്യം? ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മളെല്ലാം. അതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ അതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണോ, തെറ്റായി പറഞ്ഞാണോ, ഇവർ ഈ മൂന്നാളും പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. ഇവിടെ അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. ആ പ്രതികരണം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് സാധിക്കുക? അൻവറിൻ്റെ കാര്യം ഞങ്ങൾ പണ്ടേ വിട്ടതാണ്. ഒരു പ്രശ്നവും ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചു. ഞങ്ങൾ അന്നേ പറഞ്ഞു കഴിഞ്ഞു അൻവറുമായിട്ട് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അത് പറഞ്ഞതോടുകൂടി അൻവർ ഞങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും വിച്ഛേദിക്കും. പിന്നെ എവിടെയാണ് അദ്ദേഹം പോകാൻ പോകുന്നത്? DMK-യിൽ പോവോ, തൃണമൂൽ കോൺഗ്രസ് പോവോ തുടങ്ങിയ കുറേ ചോദ്യമുണ്ട്. എനിക്കതിൽ യാതൊരു സംശയവും ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതിന് അദ്ദേഹം UDF-ലാണ് പോകുന്നത്.